നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലോക രാജ്യങ്ങളുടെ നേതാക്കന്മാർ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. വിഡ്ഢി സതീശനും കൂട്ടരും ഒട്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അത് സംഘപരിവാർ അജണ്ടയാണെന്നൊക്കെ പുലമ്പുന്നത്. UNODC എന്ന് പറയുന്ന ഒന്നുണ്ട്, അതായത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന് പറയുന്ന ഒന്ന്. അവരുടെ 2017 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് നെറ്റിൽ ലഭ്യമാണ്. ദ ഡ്രഗ് പ്രോബ്ലം ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം, ഇല്ലിസിറ്റ് ഫൈനാൻഷ്യൽ ഫ്ലോസ്, കറപ്ഷൻ ആൻഡ് ടെററിസം എന്നാണ് ആ റിപ്പോർട്ടിന്റെ പേര്. അതായത് മയക്കുമരുന്ന് പ്രശ്നവും സംഘടിത കുറ്റകൃത്യവും അനധികൃത സാമ്പത്തിക ഒഴുക്കുകളും അഴിമതിയും ഭീകരതയും. ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ടെററിസത്തിന് മയക്കുമരുന്ന് വ്യാപാരവുമായുള്ള ബന്ധം വിശദീകരിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ 35-ാമത്തെ പേജിൽ പറയുന്ന 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ടെററിസ്റ്റ്, ഇൻസർജന്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആംഡ് ഗ്രൂപ്പ്സ് എന്ന സബ് ഹെഡിങ്ങിന് താഴെ പറയുന്നത് ഇങ്ങനെയാണ്: തീവ്രവാദത്തിന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട നിർവചനമില്ലെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലും പ്രാദേശിക സംഘടനകളും അംഗരാജ്യ സർക്കാരുകളും നിരവധി സായുധ സംഘങ്ങളെ തീവ്രവാദ ഗ്രൂപ്പുകളായി നിർവചിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉടമ്പടികളും തീവ്രവാദ കുറ്റകൃത്യങ്ങളെ നിർവചിക്കുന്നു. താലിബാൻ, അൽ ഖ്വയ്ദ, ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നിവയുമായി ബന്ധമുള്ള ഏകദേശം 80 ഗ്രൂപ്പുകൾക്കും 380-ലധികം വ്യക്തികൾക്കുമെതിരെ സുരക്ഷാ കൗൺസിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2015 തീവ്രവാദികൾ, കലാപകാരികൾ, നോൺ സ്റ്റേറ്റ് സായുധ സംഘങ്ങൾ മുതലായവയിലുണ്ടായ മരണങ്ങളിൽ 74%-നും താലിബാൻ, അൽ ഖ്വയ്ദ, ISIL, അതിന്റെ അനുബന്ധ സംഘടനയായ ബോക്കോ ഹറാം എന്നിവർ ഉത്തരവാദികളാണ്. അതായത് 2015 തീവ്രവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കെടുത്താൽ അതിൽ 3/4 പങ്ക് ആളുകളെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് താലിബാൻ, അൽ ഖ്വയ്ദ, ISIL, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ലെവന്റ്, ISIS എന്ന് പറയുന്ന അതിന്റെ, പിന്നെ ബോക്കോ ഹറാം എന്നീ 4 മുസ്ലിം സംഘടനകൾ ആണെന്നാണ് UN റിപ്പോർട്ട് പറയുന്നത്. 100-ലധികം ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ ലോകത്തുണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതിൽ വെറും 4 സംഘടനകളാണ് 2015 ഭീകരവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 74% പേരുടെ മരണത്തിന് ഉത്തരവാദികൾ. 2015 മുസ്ലിം ഭീകരവാദികളാൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ കൗൺസിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും സമഗ്രമായ തെളിവ് താലിബാനുമായി ബന്ധപ്പെട്ടതാണ്. അനധികൃത മയക്കുമരുന്ന് ഉൽപാദനം, നിർമ്മാണം, മയക്കുമരുന്ന് കടത്ത് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് താലിബാൻ നികുതി ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല മയക്കുമരുന്ന് കടത്തലിലും താലിബാൻ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും വടക്കൻ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലും പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് മഗ്രിബിലെ അൽ ഖ്വയ്ദ കഞ്ചാവ്, കൊക്കൈൻ കടത്ത് എന്നിവയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് കഞ്ചാവും കൊക്കൈനും കടത്തുന്നവരെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ചില തെളിവുകൾ സൂചിപ്പിക്കുന്നു. അൽ ഖ്വയ്ദയിൽ നിന്ന് വേർപെട്ട പശ്ചിമാഫ്രിക്കയിലെ മറ്റ് ജിഹാദി പ്രസ്ഥാനങ്ങളുടെ കമാൻഡർമാരും നിലവിൽ മയക്കുമരുന്ന് കടത്തിൽ നേരിട്ട് പങ്കെടുത്തതായി തോന്നുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസിന്റെ 2017 വാർഷിക റിപ്പോർട്ടിൽ ഉള്ളതാണ് ഇത്. വിഡ്ഢി സതീശനും കൂട്ടരും ഇനി ഐക്യരാഷ്ട്രസഭയെയും സംഖ്യയാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ സംഖ്യയാക്കാനാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയെ മാത്രം സംഖ്യയാക്കിയിട്ട് കാര്യമില്ല, വേറെ ആളുകളും ഇതേ കാര്യത്തെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് വെളിയിൽ വിട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് EFSIS എന്ന് പറയുന്ന യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്ന സംഘടനയുടെ സ്റ്റഡി റിപ്പോർട്ടുണ്ട്. നാർക്കോ ജിഹാദ്, ഹറാം മണി ഫോർ എ ഹലാൽ കോസ് എന്നാണ് ആ പഠനത്തിന്റെ പേര്. കൃത്യമായി നാർക്കോ ജിഹാദ് എന്ന വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. 2017 നവംബറിൽ അവർ ആ സ്റ്റഡി അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് ആരംഭിക്കുന്നത് ഒരു ഉദ്ധരണിയോടുകൂടെയാണ്, ഒരാൾ പറഞ്ഞ അയാളുടെ പ്രസ്താവനയോടുകൂടെയാണ്. ബ്രിട്ടനിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്ന ലോകമെമ്പാടുമായി 3000-ലധികം ജീവനക്കാരുള്ള BD ഫുഡ്സ് എന്ന കമ്പനിയുടെ ചെയർമാനായ, അതൊരു ബംഗ്ലാദേശി കമ്പനിയാണ്, BD ഫുഡ്സ് എന്ന കമ്പനിയുടെ ചെയർമാനായ ബംഗ്ലാദേശിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായ, അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഏറ്റവും നല്ല കയറ്റുമതിക്കാരനുള്ള അവാർഡൊക്കെ ബംഗ്ലാദേശ് ഗവൺമെന്റിൽ നിന്ന് പലവട്ടം ലഭിച്ചിട്ടുള്ള ആ വ്യക്തികളിൽ ഒരാളായ ബദറുദ്ദോസ ചൗധരി മോമൻ എന്ന് പറയുന്ന ആളുടെ ഒരു പ്രസ്താവനയോടെയാണ്. ഈ ബദറുദ്ദോസ ചൗധരി മോമനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്തിനാണെന്നറിയോ? ബ്രിട്ടനിലേക്ക് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയത് അന്വേഷണത്തിൽ തെളിഞ്ഞു. അതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. അതായത് ബ്രിട്ടനിലേക്ക് വരുന്ന ഈ ഹെറോയിൻ, ഹാഷിഷ് ഓയിൽ, അങ്ങനെ മറ്റു പല കാര്യങ്ങളുടെയും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോ സർക്കാരിന് ഒരു സംശയം, അവിടുത്തെ ബ്രിട്ടീഷ് സർക്കാരിന് ഒരു സംശയം. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശി എംബസിയെ അറിയിച്ചു. അങ്ങനെ ആ എംബസിയുടെ ഇതിന് രഹസ്യമായ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോ എന്താണെന്നറിയോ? ഈ BD ഫുഡ്സ് കൊണ്ടൊന്ന് കയറ്റി അയക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റേ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ മറവിൽ മയക്കുമരുന്നുകളും ധാരാളം കയറ്റി അയക്കുന്നു. അത് BD ഫുഡ്സ് ഡയറക്റ്റ് അല്ല, കുറെ കടലാസ് കമ്പനികളെ ഉണ്ടാക്കി. നിലവിൽ ആ കമ്പനികളൊന്നുമില്ല, ഇവിടുന്ന് കയറ്റി അയക്കുന്നു. അതുപോലെ അവിടെ സ്വീകരിക്കാനും കുറെ കടലാസ് കമ്പനി ബ്രിട്ടനിൽ, നിലവിൽ അങ്ങനെ കമ്പനികളൊന്നുമില്ല. അവിടേക്ക് ചെല്ലുന്നു, ആ കമ്പനികളുടെ അഡ്രസ്സിൽ വരുന്ന ഫുഡ് ഓരോരുത്തരൊക്കെ സ്വീകരിച്ചിട്ട് പോകുന്നു.
കടലാസ് കമ്പനിയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റുകയില്ല. ഇതിനകത്ത് യഥാർത്ഥത്തിൽ മയക്കുമരുന്നാണ് കള്ളക്കടത്ത്. ഇതായിട്ട് 15 കൊല്ലം കൊണ്ട് 948 കിലോ ഹെറോയിനാണ് ഈ ബദറുദ്ദോസ ചൗധരി മേമൻ ബ്രിട്ടനിലേക്ക് കടത്തിയത്. ഇയാൾക്ക് ഇത് കിട്ടിയിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ വഴിയാണ് ഈ ബംഗ്ലാദേശിലേക്ക് ഈ സാധനം എത്തിയിരുന്നത്. അവിടെ നിന്ന് ഇയാൾ ബംഗ്ലാദേശിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഇയാൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ലേ, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. പൈസ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെ പല പണം ഉണ്ടാക്കാൻ വേണ്ടി, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി കള്ളക്കടത്തൊക്കെ നടത്തുന്നത്. ഇത് ആ ടൈപ്പ് അല്ല. ഇയാൾ കോടീശ്വരനാണ്, സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നയാളാണ്. സർക്കാരിന്റെ അവാർഡുകളൊക്കെ, കയറ്റുമതിക്കാരനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. 3000-ലധികം തൊഴിലാളികൾ ലോകത്തിലെമ്പാടുമായിട്ട് അയാളുടെ ഈ ഒറ്റ കമ്പനി അല്ലാതെ അതൊരു ശൃംഖലയായിട്ട് പരന്നു കിടക്കുകയാണ്. അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആള് ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ചെയ്തത്. പിന്നെ എന്തിനു വേണ്ടി ചെയ്തതെന്ന് അറിയാമോ? ഇത് ജിഹാദിന്റെ ഭാഗമായി അയാൾ ചെയ്തതാണ്. ജിഹാദിന്റെ ഭാഗമായിട്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ നടത്തിയ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ നിന്നുള്ള ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ നാർക്കോ ജിഹാദ് ഹറാം മണി ഫോർ എ ഹലാൽ കോസ് എന്ന പേപ്പർ ആരംഭിക്കുന്നത്. അതില് ഈ ബദറുദ്ദോസ ചൗധരി മേമൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ നോബിൾ റെസ്പോൺസിബിലിറ്റി ടു സ്പോയിൽ ദ വെസ്റ്റേൺ സൊസൈറ്റി വിത്ത് ഡ്രഗ്സ്. പാശ്ചാത്യ സമൂഹത്തെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നശിപ്പിക്കുന്നത് ഞങ്ങളുടെ മഹത്തായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണെന്ന്. സൗദി അറേബ്യൻ കോടീശ്വരനായ ഒസാമ ബിൻ ലാദൻ തന്റെ വൃത്തികെട്ട പാശ്ചാത്യ ജീവിതശൈലി അവസാനിപ്പിച്ച് ദീൻ അനുശാസിക്കുന്നത് പോലെ മാതൃകാപരമായ ഉത്തമ മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിച്ചപ്പോ ജിഹാദ് ചെയ്യാൻ വേണ്ടി ആയുധങ്ങളുമായി ഇറങ്ങി, തോക്കും ബോംബും മിസൈലും ഒക്കെ ആയിട്ട്. എന്നാൽ അതേപോലെ തന്നെ ബംഗ്ലാദേശി കോടീശ്വരനായ ബദറുദ്ദോസ ചൗധരി മേമൻ ദീൻ അനുശാസിക്കുന്ന വിധത്തിലുള്ള ഉത്തമ മുസ്ലിമായി ജീവിക്കാൻ ആരംഭിച്ചപ്പോ അയാളും കാഫിറുകൾക്കെതിരെ ജിഹാദിന് ഇറങ്ങി. പക്ഷെ ആ ജിഹാദിന്റെ ആയുധങ്ങൾ വ്യത്യസ്തമായിരുന്നു. തോക്കോ ബോംബോ മിസൈലോ ആയിരുന്നില്ല, ഡ്രഗ്സ് ആയിരുന്നു കാഫിറുകളെ കൊല്ലാൻ അയാൾ തിരഞ്ഞെടുത്ത ആയുധം. നിങ്ങളിത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കണം. നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്കറിയാവുന്ന, വളരെ ലിബറൽ ആയിരിക്കുന്ന ഏതൊരു മുസ്ലിമും ഏത് നിമിഷം വേണമെങ്കിലും ദീൻ അനുശാസിക്കുന്ന ഉത്തമ മുസ്ലിമായി ജീവിക്കണം എന്ന് തീരുമാനിച്ച് ഇതുപോലെ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. ഒസാമ ബിൻ ലാദനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് പബ്ബിലൊക്കെ കയറി ഫുള്ള് വെസ്റ്റേൺ ജീവിതശൈലിയായിരുന്നു. ഡിസ്കോ ഒക്കെ കളിച്ച് അങ്ങനെയൊക്കെ നടന്നിരുന്ന ആളാണ്. ആ ആളാണ് ഒരു ദിവസം ഇതൊന്നും ശരിയല്ല, ഇത് അള്ളാഹുവിന്റെ കോപം ക്ഷണിച്ചു വരത്തിലാണ്, ദീനിയായി ജീവിക്കണം എന്ന് തീരുമാനിച്ചത്. ഇയാൾ അതുപോലെ തന്നെ ഇങ്ങനെ എത്ര ആളുകൾ എന്നെ 2 ദിവസം മുമ്പ് ഒരാൾ വിളിച്ചു കഴിഞ്ഞപ്പോ, ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം 10 വർഷം മുമ്പ് ബാറിൽ ചെന്ന് മദ്യപിക്കുകയും അതുപോലെ തന്നെ പന്നിയിറച്ചിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു മുസ്ലിം. അദ്ദേഹം യഥാർത്ഥ മുസ്ലിമേ അല്ല, അതുകൊണ്ടാണല്ലോ പന്നിയിറച്ചിയൊക്കെ കഴിച്ച് ബാറിൽ നിന്ന് മദ്യപിക്കാൻ വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ദീനിയായി. പുള്ളി ഇപ്പോ മറ്റുള്ളവരെയൊക്കെ നിനക്ക് സ്വർഗത്തിൽ പോണ്ടേ പെണ്ണേ എന്നുള്ള നിലയിൽ മറ്റുള്ളവരെയൊക്കെ ദീൻ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ഹറാമാണ്, ഇതൊന്നും മുസ്ലിങ്ങൾക്ക് പറഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെയൊക്കെ കാര്യം അധോഗതിയാണ്. അതാണ് സംഭവിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ധാരാളം തീവ്രവാദികളുടെയൊക്കെ നമ്മൾ പശ്ചാത്തലം തെരഞ്ഞു പോകുമ്പോൾ കാണുന്നത് ഒരു കാലത്ത് അവർ വളരെ ലിബറൽ മെന്റാലിറ്റി നടന്നിരുന്നവരാണ്. ആരെയും ഒരു ഇതിനും പോകാൻ നന്നായിട്ട് നടന്നിരുന്നവരാണ്. പക്ഷെ ഈ മതം തലയിൽ കയറി കഴിഞ്ഞപ്പോ എപ്പോഴെങ്കിലും ഒരു ഇതില്ലേ, ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് കിട്ടിയതായിരിക്കും, അതിന് വില കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ തോന്നുന്നതാണ് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഒരു ക്രിസ്ത്യാനി ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ നമുക്കറിയാം, ബൈബിളൊന്നും അനുസരിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുകയും ഒരു സുപ്രഭാതത്തിൽ അവന് തോന്നുന്നു ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ബൈബിൾ അനുസരിച്ച് ജീവിക്കണം എന്ന് തോന്നിയാൽ അവനവന്റെ മദ്യപാനം ഉപേക്ഷിക്കും, ചൂതാട്ടം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കും, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കും. അവൻ നാടിനും വീടിനും കൊള്ളാവുന്ന നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കും. പക്ഷെ ഒരു മുസ്ലിം അങ്ങനെ തീരുമാനിച്ചാൽ, അവന്റെ മതഗ്രന്ഥം അനുസരിച്ച് ജീവിക്കണമെന്ന് അവൻ തീരുമാനിച്ചാൽ പിന്നെ കാര്യം പോക്കാണ്. ഇനി വേറൊരു കാര്യം കൂടി അതിനകത്ത് ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകനായ അഹമ്മദ് റഷീദ് ഒരു അഫ്ഗാനിസ്ഥാൻ ഉദ്യോഗസ്ഥനുമായുള്ള അഭിമുഖം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഈ മയക്കുമരുന്നിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്. അപ്പോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒഴുകുന്ന ഓപ്പിച്ചെടിയിൽ നിന്ന് എടുക്കുന്ന നമ്മളുടെ കറുപ്പ് എന്ന് പറയുന്ന ആ മയക്കുമരുന്ന് ഓപ്പിയം, ആ ഓപ്പിയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇത് ഹറാമായ കാര്യമല്ലേ എന്നുള്ള ആ ചോദ്യത്തിന് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഓപ്പിയം ഈസ് പെർമിസിബിൾ, ഓപ്പിയം ഹലാലാണ്. എങ്ങനെ ഹലാലാകുന്നു? ബിക്കോസ് ഇറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ കാഫിർസ് ഇൻ ദ വെസ്റ്റ് ആൻഡ് നോട്ട് ബൈ മുസ്ലിംസ് ഓർ അഫ്ഗാൻസ്. അതായത് ഇതിന്റെ ഉപഭോക്താക്കള്, ഈ ഓപ്പിയത്തിന്റെ ഉപഭോക്താക്കള് അവർ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ കാഫിറുകളാണ്, അല്ലാതെ മുസ്ലിങ്ങളോ അഫ്ഗാനികളോ അല്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഹറാമാണ്, ഇത് ഹറാമല്ല. അവിശ്വാസികളെ കൊല്ലാൻ വേണ്ടി
ജിഹാദാണ്, ജിഹാദിന്റെ ഭാഗമായിട്ട് അത് ഉപയോഗിക്കുന്നത്, അപ്പൊ ഇത് ഹലാലാണ്. പക്ഷെ ഇവരുടെ ഒരു കാര്യം വ്യാമോഹമായി പോയി. എന്താണെന്ന് അറിയാമോ? ഇത് മുസ്ലിങ്ങളോ അഫ്ഗാനികളോ അല്ല ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അത് ഇവർക്ക് പറ്റിയ ഭയങ്കര അബദ്ധമാണ്. കാഫറുകളെ നശിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഓപ്പിയവും ഹെറോയിനും കയറ്റി അയച്ച അഫ്ഗാനിസ്ഥാൻ ഇന്ന് അതിന് വളരെ വലിയ വില കൊടുക്കുന്നുണ്ട്. അഫ്ഗാൻ യുവത്വത്തിൽ ഭൂരിഭാഗവും ഡ്രഗ്സ് അഡിക്റ്റാണ്. താലിബാൻ ഭരണം പിടിക്കുന്നത് വരെയുള്ള സമയത്ത് പാലങ്ങളുടെ കീഴിൽ ഓപ്പിയം അടിച്ച് കിറങ്ങിയിരിക്കുന്ന ചെറുപ്പക്കാരെ ഇഷ്ടം പോലെ കാണാമായിരുന്നു. ഇപ്പൊ അവരെ പാലങ്ങളുടെ കീഴിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ വീട്ടിനകത്ത് ഡ്രഗ്സ് അടിച്ച് കിറങ്ങിയിരിക്കുന്നുണ്ടാവും. അഫ്ഗാൻ യുവത്വം മയക്കുമരുന്നിന് അടിമപ്പെട്ട് നശിച്ചു പോകുന്നത് കണ്ടിട്ട് അഫ്ഗാനിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായി ഇങ്ങനെ പറയുകയുണ്ടായി, എയ്തർ അഫ്ഗാനിസ്ഥാൻ ഡിസ്ട്രോയ്സ് ഓപ്പിയം ഓർ ഓപ്പിയം വിൽ ഡിസ്ട്രോയ് അഫ്ഗാനിസ്ഥാൻ. ഒന്നുകിൽ അഫ്ഗാനിസ്ഥാൻ ഓപ്പിയത്തിനെ നശിപ്പിക്കും, അതല്ലെങ്കിൽ ഓപ്പിയം അഫ്ഗാനിസ്ഥാനെ നശിപ്പിക്കുമെന്ന്. മനസ്സിലായി? അതുപോലെ അവിടെയുള്ള ജനങ്ങൾ ഇതിന് അഡിക്റ്റ് ആയി പോയി. കാഫറുകളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനു വേണ്ടിയിട്ട് അവകാശത്തോടുകൂടി വലുതോമായിട്ടങ്ങ് കൃഷി നടത്തി കുറേ അങ്ങ് ഉത്പാദിപ്പിച്ചു. പക്ഷെ കാര്യമൊന്നുണ്ടായില്ല. അവര് തന്നെ ആ കെണിയിൽ വീണുപോയി. ആ ജനം അങ്ങനെ നശിച്ചുപോയി. ഇനി വേറൊരു പഠനമുണ്ട്. ദ നാഷണൽ ബ്യൂറോ ഓഫ് ഏഷ്യൻ റിസർച്ചിന്റെ പഠനമാണ്, NBR എന്ന് പറയുന്ന അവരുടെ പഠനമാണ്. 2009 ആ പഠനം പുറത്തിറങ്ങുന്നത്, അതായത് 12 കൊല്ലം മുമ്പ്. അതിന്റെ തലക്കെട്ട് നാർക്കോ ജിഹാദ്, ഡ്രഗ് ട്രാഫിക്കിംഗ് ആൻഡ് സെക്യൂരിറ്റി ഇൻ അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ എന്നാണ് ആ പഠനത്തിന്റെ പേരത്. ഇസ്ലാമിക ഭീകരവാദികളും മയക്കുമരുന്ന് കള്ളക്കടത്തും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ പറ്റി ആ പഠനത്തിൽ വിശദമാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാർക്കോ ജിഹാദ് എന്ന വാക്ക് ഒരു വ്യാഴവട്ടക്കാലത്തിലധികമായി ലോകത്ത് പ്രചാരത്തിലുണ്ട്. നാർക്കോ ജിഹാദിനെ കുറിച്ച് ആധികാരികമായ പല പഠനങ്ങളും ലോകത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഐക്യ ജമാഅത്തെ മുന്നണി നേതാവായ വി.ഡി. സതീശൻ അതിനെക്കുറിച്ച് യാതൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് നാർക്കോ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാർ അജണ്ടയാണ് എന്ന മണ്ടത്തരം യാതൊരു ഉളുപ്പുമില്ലാതെ തട്ടിവിടാൻ ടിയാന് കഴിയുന്നത്. നാർക്കോട്ടിക്സത്തെ കുറിച്ച് കത്തോലിക്ക സഭ ആദ്യമായിട്ടല്ല കേരളീയ പൊതുസമൂഹത്തോട് പറയുന്നത്. 2020 KCBC ജാഗ്രത ന്യൂസിൽ ഫാദർ ജസ്റ്റിൻ കാഞ്ഞൂത്തറ നാർക്കോ ടെററിസം കേരളത്തിൽ എന്ന ഒരു ലേഖനം എഴുതിയിരുന്നു. കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ട് സർക്കാർ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് അത്. മയക്കുമരുന്ന് കച്ചവടവും ജിഹാദി ഭീകരവാദവും തമ്മിലുള്ള ബന്ധം വ്യക്തമായി വരച്ചു കാട്ടിയതിനു ശേഷം ഫാദർ ജസ്റ്റിൻ കാഞ്ഞൂത്തറ കേരളത്തിൽ നാർക്കോ ടെററിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. മയക്കുമരുന്ന് കടത്ത് കേരളത്തിലേക്ക് എന്ന ചെറുതലക്കെട്ടിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത നാർക്കോട്ടിക് കേസുകളുടെ കണക്കുകൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. എക്സൈസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണത്തിലുള്ള വർധനവും അദ്ദേഹം നൽകുന്നു. 2016 2033 കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ 2017 5946, 2018 7573 എന്നിങ്ങനെയാണ് കണക്ക്. എക്സൈസിന്റെ കണക്കിന് ശേഷം അദ്ദേഹം കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കണക്കുകൾ നിരത്തുന്നു. കേരള പോലീസ് 2016 6501 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ 2017 ഈ സംഖ്യ 9359 2018 9521 വളർന്നു. ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തത് 2016 10.79 കിലോഗ്രാം ആണ്. 2018 ഇത് 65.94 കിലോഗ്രാം ആയി കുതിച്ചുയർന്നു. 2019 മെയ് മാസം ആയപ്പോഴേക്കും 40 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ പിടികൂടി കഴിഞ്ഞിരുന്നു. നിട്രാസെപ്പാം ടാബ്ലറ്റുകൾ 2016 പിടികൂടിയത് 1500 എണ്ണമാണെങ്കിൽ 2017 ഇവയുടെ എണ്ണം 7800 ആയി കുതിച്ചുയർന്നു. 2018 പിടിച്ചെടുത്തത് 10700 ടാബ്ലറ്റുകളാണ്. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ സാം ക്രിസ്റ്റി പറഞ്ഞതനുസരിച്ച് പിടികൂടിയ മയക്കുമരുന്നുകളുടെ കണക്ക് ആകെ കടത്തപ്പെടുന്ന മയക്കുമരുന്നിന്റെ ചെറിയ അംശം മാത്രമാണ്. പിടിക്കപ്പെടുന്നതിന്റെ 10 ഇരട്ടിയെങ്കിലും പിടിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്ന് കണക്ക് കൂട്ടിയാൽ തന്നെ അതിന്റെ ഭീകരത നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ വിറ്റഴിയപ്പെടുന്നു. നമ്മുടെ ചെറുപ്പക്കാർ ഇത് ഉപയോഗിക്കും. ചെറുപ്പക്കാരും പ്രായമായവരൊക്കെ, കുഞ്ഞുങ്ങൾ വരെ, ഒരു കൗമാരപ്രായത്തിലുള്ളവർ മുതൽ. അപ്പൊ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നമാണിത്. മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 95% കേസുകളിലും ആ സംഘത്തിന്റെ തലവൻ ഒരു മുസ്ലിം ആയിരിക്കും. ഞാൻ കുറച്ചു കാലമായിട്ട് ഇത്തരം കേസുകൾ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, ഓൺലൈൻ പത്രങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ അതൊന്ന് വായിച്ചു. അപ്പൊ ആ സംഘത്തിന്റെ, ആ മയക്കുമരുന്ന് കടത്തിയ ആ സംഘത്തിന്റെ തലവൻ മുസ്ലിം പേരുള്ളവരാണ്. അപൂർവമായിട്ട് ഒരു ഹിന്ദുവിന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ പേര് കാണുകയുള്ളൂ. ഇത്രയും നാളുകൾക്കിടയിൽ ഞാൻ ആകെ 2-3 കേസ് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ചില വർഷങ്ങളായിട്ട്. ബാക്കിയുള്ളതെല്ലാം എപ്പോഴും ഒരു മുസ്ലിമിന്റെ പേര് തന്നെയായിരിക്കും. എന്നാൽ അതിലെ കാരിയറുകളായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ കാരിയറുകളായിട്ടുള്ള ഒരു ഹിന്ദു ക്രിസ്ത്യൻ, അധികവും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളായിരിക്കും.
ആണുങ്ങൾ ആൺകുട്ടികളുണ്ടില്ലെന്നല്ല, പക്ഷെ പെൺകുട്ടികൾ അധികമാണ്. ഈ ലവ് ജിഹാദിന്റെ കെണിയിൽ കുടുക്കി മയക്കുമരുന്നിന് അടിമകളാക്കി തീർത്ത് ഇതിന്റെ കാരിയറുകളാക്കി ഇവരെ മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. KCBC ജാഗ്രതാ ന്യൂസിൽ കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഫാദർ ജസ്റ്റിൻ കാഞ്ഞൂത്തറ എഴുതിയ ലേഖനം കേരളീയർ അധികം ശ്രദ്ധിക്കാതെ പോയി. കാരണം നാർക്കോട്ടിക് ടെററിസം എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കണം അത് ശ്രദ്ധിക്കാതെ പോയത്. ജിഹാദി മാധ്യമങ്ങളൊന്നും അല്ലെങ്കിൽ ജിഹാദി നിയന്ത്രിത മാധ്യമ പ്രവർത്തകർ ആരും അത് മൈൻഡ് ചെയ്തില്ല. ഇത് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. അല്പം കൂടി കൃത്യമായ വാക്ക്, അതായത് നാർക്കോട്ടിക് ജിഹാദി എന്ന വാക്ക് ബഹുമാനപ്പെട്ട പാലാ രൂപതാ ബിഷപ്പ് ഉപയോഗിച്ചെന്ന് തോന്നുന്നു. അത് ഫലം കാണുകയും ചെയ്തു. സകല ജിഹാദികളും അദ്ദേഹത്തിന് നേരെ സടകുടഞ്ഞെഴുന്നേറ്റു. ഫലം എന്താണ്? ഒരൊറ്റ ദിവസം കൊണ്ട് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് കേരള സമൂഹം ചർച്ച ചെയ്തു. അദ്ദേഹം ആ പ്രസംഗം എഴുതിക്കൊണ്ട് വന്നത് വായിക്കുകയായിരുന്നു എന്ന് ഓർക്കണം. പ്രസംഗത്തിന്റെ ആവേശത്തിൽ മുമ്പിലിരിക്കുന്ന കാണികളെ കണ്ടപ്പോ ഈ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ഭയങ്കര ഓരോ മണ്ടത്തരങ്ങൾ അടിച്ചുവിടാറുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും വിടുവായത്തരം പറഞ്ഞതല്ല. അത് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ്. താൻ ഈ വാക്ക് ഉപയോഗിച്ചാൽ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പ്രകമ്പനം ഉണ്ടാക്കും എന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഉപയോഗിച്ച വാക്കാണത്. അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെ നടന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നാർക്കോട്ടിക് ജിഹാദ് ഒരു ചർച്ചാ വിഷയമായി. ഇന്റലക്ച്വൽ ജിഹാദികളുടെ തന്ത്രം പാളിപ്പോയത് ഇവിടെയാണ്. നാർക്കോ ജിഹാദിനെ കുറിച്ച് ഈ വർഷം ഏപ്രിൽ 8 സംഘപരിവാർ നേതാവായ പ്രതീഷ് വിശ്വനാഥ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മൾ ആരെങ്കിലും ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞു? ഇല്ല. ഇന്റലക്ച്വൽ ജിഹാദികളും അവർ നിയന്ത്രിക്കുന്ന മാധ്യമ ലോകവും അത് അവഗണിച്ചു വിട്ടു. എന്നാൽ പാലാ ബിഷപ്പ് അത് പറഞ്ഞപ്പോൾ, നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വാക്ക് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോ സകല ജിഹാദികളും അവരുടെ പിടിയാളുകളായ രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും ബിഷപ്പിന്റെ പുറകെ കൂടി. അവർക്ക് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒതുക്കണം, ഈ പാലാ ബിഷപ്പിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തിനെതിരെ സൈബർ ബുള്ളിയിങ് ഭയങ്കരമായിട്ട് നടത്താൻ ഒരു പ്ലാനിട്ട് നടക്കുക. പ്ലാനിട്ടല്ല, അത് പ്രായോഗികമാക്കുന്നുണ്ട്. കിട്ടിയ അവസരത്തിലൊക്കെ ഇദ്ദേഹത്തിന് വരെ കുതിര കയറാൻ അവർ വരുന്നുണ്ട്. അത് ഇദ്ദേഹത്തിനും അറിയാം, ബിഷപ്പിനും അറിയാം. ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് പുറത്തുണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ബോധ്യത്തോടു കൂടെ തന്നെ ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ഫലം എന്താണ്? ഇവർ അദ്ദേഹത്തിന് നേരെ കുതിര കയറാൻ ചെന്നു. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് അറിയാത്ത ഒരു കുഞ്ഞും ഇന്ന് കേരളത്തിലില്ല എന്ന സ്ഥിതിയിലായി. ബിഷപ്പ് ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. ഈ വിഷയത്തെ കുറിച്ച് കേരള സമൂഹം ചർച്ച ചെയ്യണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അത് അങ്ങനെ തന്നെ നടന്നു. അതായത് വാസ്തവത്തിൽ ഇപ്പൊ എന്താ ഇവര് വിചാരിക്കുന്നത് പോലെ ബിഷപ്പിനെ സമ്മർദ്ദത്തിലാക്കുകയല്ല, ബിഷപ്പിട്ട ചൂണ്ടയിൽ ഇവര് കൊത്തി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി വിമോചന കേന്ദ്രങ്ങൾ ഉള്ളത് കത്തോലിക്ക സഭയുടെ കീഴിലാണ്. അവിടങ്ങളിലെ ഓരോ അന്തേവാദിയുടെയും ഹിസ്റ്ററി അവർക്കറിയാം. എങ്ങനെയാണ് ആദ്യമായി ലഹരിയുടെ ലോകത്ത് എത്തപ്പെട്ടത്, ആരാണ് ആദ്യമായി അത് അവർക്ക് കൊടുത്തത്, അതുപോലെ പിന്നെ അതിനുശേഷമുള്ള കാലത്ത് ഇവർക്ക് ഈ മയക്കുമരുന്നുകൾ ഇത് ആരാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊക്കെ ഓരോ രോഗിയിൽ നിന്നും ഇവർ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള ജിഹാദിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് പാലാ ബിഷപ്പ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ ഇന്റലക്ച്വൽ ജിഹാദികൾക്ക് ഇല്ലാതെ പോയി. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചുള്ള ക്ലബ് ഹൗസ് ചർച്ചകളിൽ മുസ്ലിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ലഹരി ഇസ്ലാമിൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഈ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്നാണ് അവര് പറയുന്നത്. വാസ്തവത്തിൽ ആ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്നുള്ളതാണ് വസ്തുത. പാകിസ്ഥാനിലെ മാധ്യമ പ്രവർത്തകനായ അഹമ്മദ് റഷീദ് അഫ്ഗാൻ ഉദ്യോഗസ്ഥരോട് ഈ ചോദ്യം ചോദിച്ചതാണ്, ലഹരി ഞമ്മക്ക് ഹറാമല്ലേ, അപ്പൊ അത് ഉണ്ടാക്കാനോ വിൽക്കാനോ പാടുണ്ടോ എന്ന്. അപ്പൊ അയാൾ നൽകിയ മറുപടി അത് നമ്മൾ ആദ്യമേ കണ്ടതാണല്ലോ. ഓപ്പിയം ഈസ് പെർമിസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ കാഫീർസ് ഇൻ ദ വെസ്റ്റ് ആൻഡ് നോട്ട് ബൈ മുസ്ലിംസ് ഓർ അഫ്ഗാൻസ്. ഓപ്പിയം ഹലാലാണ്, കാരണം ഇതിന്റെ ഉപഭോക്താക്കൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ കാഫിറുകളാണ്, അല്ലാതെ മുസ്ലിങ്ങളോ അഫ്ഗാനികളോ അല്ല എന്ന്. അതായത് അവിശ്വാസികളെ കൊല്ലാൻ ജിഹാദിന്റെ ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കാം, അതിലൊരു തെറ്റുമില്ല, അത് ഹറാമല്ല, അത് ഹലാലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരത് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവിടെയുള്ള ഈ മുസ്ലിങ്ങൾ, താലിബാനും അല്ലെങ്കിൽ അൽഖയ്ദ, ISIL പോലെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ഈ ടീംസ്, ബോക്കോ ഹറാം അടക്കമുള്ള ഇങ്ങനെയുള്ള ഈ മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അമുസ്ലിങ്ങളോട് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ ഖുർആനിലേക്കും ഹദീസുകളിലേക്കും പോകേണ്ടി വരും. മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനാണ് ഖുർആനിന്റെ കൽപ്പന. സൂറ 8:39 നമുക്കത് കാണാനായിട്ട് സാധിക്കും. അള്ളാഹുവിന് വേണ്ടിയുള്ള യുദ്ധം അത് വഞ്ചനയുള്ള യുദ്ധമാണെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ഹദീസുകളിൽ നമുക്ക് കാണാം, ഞാൻ വായിക്കാം. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 17. ജാബിറിൽ നിന്ന് അമ്ർ നിവേദനം, നബി പറഞ്ഞു, യുദ്ധം തന്ത്രമാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും യുദ്ധതന്ത്രത്തെ കുറിച്ചാണ് മുഹമ്മദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യുദ്ധം തന്ത്രമാണ്, അതായത് യുദ്ധം ചെയ്യാൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ യുദ്ധതന്ത്രം അത് ലോകത്തെല്ലാ സൈനിക മേധാവികളും ചെയ്യുന്നതാണ് യുദ്ധതന്ത്രങ്ങൾ. അപ്പൊ അതിനെ കുറിച്ചാണ്. പക്ഷെ അതല്ല ഇത്.
ആ തന്ത്രത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഇതേ ഹദീസ് ബുഖാരിയിലുണ്ട്. സ്വഹീഹ് ബുഖാരി വോളിയം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 268. അവിടെ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം വഞ്ചനയാണ് എന്നാണ്. വാട്ട് ഈസ് എ ഡിസീറ്റ്? യുദ്ധം ഒരു വഞ്ചനയാണ്. ഹദീസ് നമ്പർ 269 മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം വഞ്ചനയാണെന്നാണ്. അത് ജാബിർ ബിൻ അബ്ദുള്ളയാണ് ഈ ഹദീസ് നിവേദനം ചെയ്തിരിക്കുന്നത്. ഇനി സ്വഹീഹ് ബുഖാരി വോളിയം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 267 അവിടെയും മുഹമ്മദ് ഇതേ കാര്യം പറയുന്നുണ്ട്. ആ ഹദീസ് നിങ്ങളിപ്പോ ഇംഗ്ലീഷിലാണ് കാണുന്നത്, ഞാൻ മലയാളം പറയാം. അബൂ ഹുറൈറ നിവേദനം, പ്രവാചകൻ പറഞ്ഞു, ഗസ്രു നശിപ്പിക്കപ്പെടും, അവന്റെ ശേഷം ഗസ്രു ഉണ്ടാവുകയില്ല. സീസർ തീർച്ചയായും നശിപ്പിക്കപ്പെടും, അവന്റെ ശേഷം സീസർ ഉണ്ടാവുകയില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ഖജനാവുകൾ ചെലവഴിക്കും. അദ്ദേഹം പറഞ്ഞു യുദ്ധം വഞ്ചനയാണ്. അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വഞ്ചനയാണെന്ന് മുഹമ്മദ് വളരെ വ്യക്തമായി മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ യുദ്ധം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് മലയാള പരിഭാഷയാണ്. സ്വഹീഹ് ബുഖാരിയുടെ മലയാള പരിഭാഷയിൽ നിന്നാണ്. അധ്യായം 58 ഹദീസ് നമ്പർ 1260 സി.എൻ. അഹമ്മദ് മൗലവിയുടെ പരിഭാഷയിൽ നിന്നുള്ളതാണ്. അബൂ ഹുറൈറ പറയുന്നു, പ്രതിപക്ഷത്തെ അവരറിയാതെ ഗൂഢതന്ത്രം മുഖേന പരാജയപ്പെടുത്താനുള്ള ശ്രമം എന്ന് യുദ്ധത്തിന് തിരുമേനി പേർ നൽകി. അപ്പൊ എതിരാളികളെ അവരറിയാതെ രഹസ്യതന്ത്രം മുഖേന പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് യുദ്ധം. അഥവാ ഒരു വഞ്ചനയിലൂടെ എതിരാളികളെ അവരറിയാതെ തന്നെ അവരെ പരാജയപ്പെടുത്താനുള്ള ആ ശ്രമമാണ് യുദ്ധം എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾ ഇന്ന് നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നത്. ഈ ഖുർആനും ഹദീസുകളും അനുസരിക്കാൻ തയ്യാറാകുന്ന ഇവരെ പോലെയുള്ള മുസ്ലിങ്ങളുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകേണ്ട ചെറുപ്പക്കാരെ ലഹരിയുടെ മായാവലയത്തിൽ കുടുക്കി അവർ പോലും അറിയാതെ അവരെ പരാജിതരാക്കി മാറ്റുന്ന, അവരെ പരാജയപ്പെടുത്തുന്ന, ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവരെ പരാജയപ്പെടുത്തുന്ന, ലഹരിക്ക് അടിമകളാക്കി തീർക്കുന്ന ഈ വഞ്ചനാത്മകമായ പ്രവൃത്തി ചെയ്യാൻ ഈ മുസ്ലിം ഗ്രൂപ്പുകൾക്ക് കഴിയുന്നത് ഇത്തരം ഹദീസുകൾ ഉള്ളത് കൊണ്ടാണ്. ഇവരിത് ചെയ്യുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. മയക്കുമരുന്ന് വെച്ച് കിട്ടുന്ന കോടികൾ കൊണ്ടാണ് ഇവർ ജിഹാദിനുള്ള ആയുധങ്ങൾ വാങ്ങുന്നത്. അതിനും അവർക്ക് പ്രേരകം മുഹമ്മദിന്റെ ചര്യ തന്നെയാണ്. മുഹമ്മദും കൂട്ടരും മദീനയിൽ ഉണ്ടായിരുന്ന ബനു ഖുറൈദ എന്ന യഹൂദ ഗോത്രത്തെ ഉപരോധിച്ച് കീഴടക്കുകയും ഇങ്ങനെ കീഴടങ്ങിയവരിലെ ഗുഹ്യഭാഗത്ത് രോമം വളരാൻ തുടങ്ങിയവർ മുതൽ മുകളിലോട്ട് പ്രായമുള്ള സകല ആണുങ്ങളെയും കൊന്നുകളയുകയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചെടുത്ത് അടിമകളും വെപ്പാട്ടികളുമായി വെക്കുകയും ചെയ്തതിനെ കുറിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ബുഖാരിയിലും മുസ്ലിമിലും മറ്റ് പല 6 ഹദീസ് സുഹാസിത്തയിലും പലയിടങ്ങളിലായിട്ട് കാണാം. എന്നാൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ ഹദീസുകളിലില്ല. ഈ ബനൂ ഖുറൈദയിൽ നിന്ന് പിടിച്ചെടുത്ത അടിമ സ്ത്രീകളുടെ ഒരു വിഭാഗത്തെ മുഹമ്മദ് എന്താണ് ചെയ്തതെന്ന് മുഹമ്മദിന്റെ ആദ്യ ജീവചരിത്രമായ ഇബ്നു ഇഷാഖിന്റെ സീറ റസൂലുള്ളാഹിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ 2ാം പ്രമാണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വഹീഹ് ബുഖാരി എഴുതപ്പെടുന്നതിനും 100 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടതാണ് സീറ റസൂലുള്ളാഹി എന്ന ഗ്രന്ഥം. അതായത് ചരിത്രകാരന്മാർ പരിശോധിക്കുന്ന ഹിസ്റ്റോറിക്കൽ മെത്തേഡ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വഹീഹ് ബുഖാരിയേക്കാൾ വളരെയധികം ആധികാരികതയുള്ളതാണ് ഈ സീറ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഗ്രന്ഥം. പക്ഷെ അന്നത്തെ മുസ്ലിങ്ങൾക്ക് അത് നാണക്കേടാണ്. ആ ഗ്രന്ഥം അവർ അംഗീകരിക്കുകയില്ല. കാരണം ഈ പരിഷ്കൃത ലോകത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും മുഹമ്മദ് ചെയ്തത് സീറ റസൂലുള്ളാഹി ഇബ്നു ഇഷാഖ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഹിഷാമിന്റെ സീറയിലും ഉണ്ട്. അതുകൊണ്ട് ഒരു സീറകൾ അംഗീകരിക്കില്ല. ഇവർക്കത് നാണക്കേടാണ്, ലജ്ജയാണ്. പരിഷ്കൃത ലോകത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്തുള്ളതുകൊണ്ട്. പക്ഷെ ഒരു ചരിത്രകാരൻ അവൻ ആ ചരിത്രപരമായ ഒരു കാര്യത്തിന്റെ വിശ്വസനീയതയും ആധികാരികതയും പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം വെച്ച് നോക്കിയാൽ ഈ ബുഖാരിയെക്കാളും 100 മടങ്ങ് ആധികാരികതയുള്ള ഗ്രന്ഥമാണ് സീറ റസൂലുള്ളാഹി. അപ്പൊ ഈ സീറ റസൂലുള്ളാഹിയുടെ 466-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോസ്തലൻ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ബനു ഖുറൈസയുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്തു. 5-1 തനിക്കായി നീക്കിവെച്ചു. ഓരോ കുതിരക്കാരനും 3 ഓഹരികൾ ലഭിച്ചു. 1 തനിക്കും 2 ഓഹരി കുതിരയ്ക്കും, ഓരോ കാലാളിനും 1 ഓഹരി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, അപ്പോസ്തലൻ അബ്ദുൽ അഷ്ഹലിന്റെ സഹോദരൻ സാദ് ബിൻ സായിദ് അൽ അൻസാരിയെ ബനു ഖുറൈസയിൽ നിന്ന് അടിമകളാക്കിയ സ്ത്രീകളുമായി നജ്ദിലേക്ക് അയച്ചു. അവൻ അവരെ വിറ്റ് കുതിരകളും ആയുധങ്ങളും വാങ്ങി. യഹൂദന്മാരുടെ ഒരു ഗോത്രത്തെ ആക്രമിച്ച് അവിടെ നിന്ന് പിടിച്ചെടുത്ത സ്ത്രീകളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ്, അങ്ങനെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ജിഹാദിന് വേണ്ട കുതിരകളെയും ആയുധങ്ങളെയും വാങ്ങി മുസ്ലിങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ മതസ്ഥാപകനായ മുഹമ്മദ്. അത് വായിച്ചു വളരുന്ന മുസ്ലിങ്ങൾ ജിഹാദിന് വേണ്ട ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ, സംഭരിക്കാൻ വേണ്ടി മയക്കുമരുന്ന് കച്ചവടം നടത്തും. അത് തികച്ചു സ്വാഭാവികമാണ്. ഈ പാവപ്പെട്ട സ്ത്രീകളെ പിടിച്ച് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടിയ പൈസക്ക് ആയുധങ്ങൾ വാങ്ങി മാതൃക കാണിച്ചു കൊടുത്ത മുഹമ്മദ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അത്ര ഇല്ല ഇത് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. ഒരു ചില ആളുകളെ പിടിച്ച് വിറ്റ് പിന്നെ അതോടെ അവരുടെ ജീവിതം എന്നേക്കുമായിട്ട് പോയി, എന്നേക്കും മരണം വരെ പിന്നെ അവർ അടിമകളായിട്ട് കഴിയേണ്ടി വരികയാണ്. മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞാൽ എന്തെങ്കിലും റിക്കവറിംഗ് ഉണ്ടാവും പ്രതീക്ഷിക്കാം. എപ്പോഴെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ പറ്റിയില്ലായിരിക്കും, പക്ഷെ അതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരു റിക്കവറിംഗ് ഉണ്ട്. മറ്റേത് അങ്ങനെയല്ല, എന്നേക്കുമായ അടിമത്തത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഹീനമായ മ്ലേച്ഛമായ ജുഗുപ്സാവഹമായ കാര്യം ചെയ്തുകൊണ്ട് മുഹമ്മദ് ഇവർക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്രേ ഇല്ലല്ലോ എന്നല്ല ജിഹാദികൾ ചിന്തിക്കുക. അപ്പൊ അവരത് വിറ്റ് ആകാശം കൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടും. സ്വാഭാവികമാണ്. അതാണ് ഇന്നത്തെ ജിഹാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന മയക്കുമരുന്നിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമ്മുടെ നാടിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളാണ് ജിഹാദികൾ വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ള കാര്യം നാം മറക്കരുത്. KCBC ജാഗ്രത ന്യൂസിലെ ലേഖനത്തിൽ ഫാദർ ജസ്റ്റിൻ കാഞ്ഞൂത്തറ എഴുതിയ ഒരു മുന്നറിയിപ്പ് വായിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് ഈ തെരുവിൽ വിൽക്കപ്പെടുന്ന ഒരു നുള്ളു മയക്കുമരുന്നിന് നമ്മുടെ രാജ്യത്തെ ഉറക്കമുളച്ച് സേവിക്കുന്ന ദേശസ്നേഹിയായ ഒരു പട്ടാളക്കാരന്റെ നെറ്റിയിൽ തുളച്ചു കയറുന്ന വെടിയുണ്ടയായോ, നമ്മുടെ ദൈവാലയങ്ങളിലോ നഗരത്തിലോ അനേക സ്ത്രീ പുരുഷന്മാരുടെയോ നിരപരാധികളായ മാലാഖ കുഞ്ഞുങ്ങളുടെയോ രക്തം ചിന്തുന്ന സ്ഫോടക വസ്തുവായോ മാറാൻ ശേഷിയുണ്ട്. അധികാര പ്രഭുത്വത്തിന്റെ അന്തഃപുരങ്ങളിലും മാധ്യമ തേർവാഴ്ചയുടെ വിളിമ്പറമ്പുകളിലും ഇവയുടെ പ്രചാരകരുണ്ട് എന്നതിനാൽ നമ്മുടെ ദേശത്തിന്റെയും കുഞ്ഞുങ്ങളുടെയും ഭാവി തലമുറയുടെയും സംരക്ഷണ ചുമതല നമ്മുടേതു കൂടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. അതെ, ഇത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. നാർക്കോട്ടിക് ജിഹാദിനെതിരെയുള്ള യുദ്ധത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സഹായം നാം പ്രതീക്ഷിക്കുകയോ വേണ്ട. ആ സമുദായത്തിലെ ഓരോ ഗ്രൂപ്പുകളും നാർക്കോ ജിഹാദിൽ ഉൾപ്പെട്ടവരോ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവരോ ആണെന്ന് ഈ വിവാദത്തിലൂടെ അവർ തന്നെ സ്വയം വെളിപ്പെടുത്തുകയുണ്ടായി. അതിനകത്ത് ഒരൊറ്റ ഗ്രൂപ്പ് പോലും പാലാ ബിഷപ്പ് പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കണം, ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സർക്കാർ കണ്ടെത്തണം, അവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറയുകയുണ്ടായില്ല. പകരം ബിഷപ്പിനെ അധിക്ഷേപിക്കാനും ബിഷപ്പിനെതിരെ പ്രകടനം നടത്താനുമാണ് അവർ തുനിഞ്ഞത്. അതുകൊണ്ട് ഈ